സംസാരിക്കും. പ്രിയപ്പെട്ട ഈ പ്രതിഷേധ സമരത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബുമാൻ, ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽകുമാർ, സഹോദരൻ മനാഫ് കാപ്പാട് അടക്കമുള്ള AVM കബീർക്ക, മൊയ്തീൻകോയക്ക് അടക്കമുള്ള മറ്റു പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ പ്രയാസത്തിലൂടെ പോകുന്ന നേരത്താണ് ഈ കൂനിന്മേൽ കുരു എന്ന പോലെ ഈ രാഷ്ട്രീയ സംഘടനകളുടെ ഈ ഹർത്താലുകളൊക്കെ പ്രഖ്യാപിക്കുന്നത്. 2018 ഡിസംബർ 20 സംസ്ഥാന പ്രസിഡന്റായിരുന്ന അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന T. നസറുദ്ദീൻ 46ഓളം ഇതര സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കോഴിക്കോട് വെച്ചിട്ട് പ്രഖ്യാപനം നടത്തി. 2019 എന്ന് പറഞ്ഞാൽ ഹർത്താൽ വിരുദ്ധ കേരളവും 2020 എന്ന് പറഞ്ഞാൽ ഹർത്താൽ മുക്ത കേരളമാണെന്ന് അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് ശേഷം കേരളത്തിലെ ഒരുവിധ ഹർത്താലുകളെല്ലാം കേരളത്തിലെ വ്യാപാരികൾ നേരിട്ടതാ. അതിനടിസ്ഥാനത്തിൽ പിന്നെ കേരളത്തിൽ ഹർത്താലുകളൊന്നും വന്നിട്ടില്ല. ഇന്നലെ ഹർത്താൽ നടത്തിയ രാഷ്ട്രീയ സംഘടന ഇതിന്റെ KPCC പ്രസിഡന്റ് വരെ പ്രഖ്യാപിച്ചത് ഇനി കേരളത്തിൽ ഈ കാലഹരണപ്പെട്ട സമരമുറകളുമായിട്ട് ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിലേക്ക് വരില്ല എന്നുള്ള ഉറക്കെ പ്രഖ്യാപിച്ച സംഘടന ഇന്നലെ വീണ്ടും ഹർത്താലായിട്ട് വന്നിട്ടുള്ളത്. അരാജകത്വം നിറയ്ക്കുന്ന, രാജ്യത്തിനെ സാമ്പത്തികമായി തകർക്കുന്ന, നാടിനെ കുട്ടിച്ചോറാക്കുന്ന, ഇവിടെയുള്ള ചില്ലറ വിൽപ്പന മേഖല തകർക്കുന്ന, കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിച്ചു കൊടുക്കുന്ന ഈ കാലഹരണപ്പെട്ട സമരമുറ, ഈ അരാജകത്തെ തള്ളിയിടുന്ന സമരമുറ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ, ഇനി ഇതൊന്നും ഈ രാഷ്ട്രീയ സംഘടന അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇത് ഞങ്ങൾ മരണം വരെ പോരാട്ടം ചെയ്യാൻ കേരളത്തിലെ വ്യാപാരികൾ ഒന്നടങ്കം തയ്യാറാണെന്നാണ് പറയാനുള്ളത്. ഇത് വെറുതെ ഒന്നും പറയുന്നതല്ല. വളരെ പ്രയാസത്തിലൂടെയാണ് ഈ മേഖല മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകത, ചരക്കുമായിട്ട് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി ലോറികളാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. തിങ്കളാഴ്ച ബാങ്കിൽ അടയ്ക്കാനുള്ള പണം വരെ ഞായറാഴ്ച കച്ചവടം ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാവണം. ഇറക്കി വെച്ച പച്ചക്കറികൾ, ഇറക്കി വെച്ച ഫ്രൂട്ട്സുകൾ, ഉണ്ടാക്കി വെച്ച പലഹാരങ്ങൾ, ഇതെല്ലാം മുഴുവൻ സ്ഥാപനങ്ങൾ നടക്കുക. അപ്പോഴാണ് വെറും ഉമിനീരിന് മാത്രം ചെലവുള്ള ചില രാഷ്ട്രീയ സംഘടനകൾ വന്നിട്ട് നാളെ ഹർത്താൽ എല്ലാവരും കടാലടക്കണം എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, മുമ്പത്തെ ഏകോപന സമിതി അല്ല ഇന്നത്തെ ഏകോപന സമിതി. നസറുദ്ദീൻ നട്ടു വളർത്തി വലുതാക്കിയ ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് സമരഭടന്മാരുള്ള വലിയൊരു സംഘടനയാണ് ഈ ഏകോപന സമിതി സംഘടന. അതോടൊപ്പം തന്നെ അതിന്റെ യുവജന പ്രസ്ഥാനവും. നിങ്ങൾക്കറിയോ, ഈ SFI പോലത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ, KC പോലത്തെ, MSF പോലത്തെ, ABVP പോലത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സംഘടനാ പ്രവർത്തനം പഠിച്ചു വന്ന് കോളേജിലൊക്കെ ചെയ്യേണ്ടത് ചെയ്തും കൊടുക്കേണ്ടതൊക്കെ കൊടുത്തും നല്ല പരിചയപ്പെട്ടതിന് ശേഷം, പരിചയം വന്നതിന് ശേഷം MBA പോലത്തെ ബിരുദങ്ങൾ എടുത്തതിന് ശേഷമാണ് ഏകോപന സമിതി മെമ്പർഷിപ്പ് എടുക്കുന്നതും അത് യൂത്ത് ഇങ്ങനെ മെമ്പറാവുന്നു. അതുകൊണ്ട് തന്നെ പറയാം, ഇനി ഏത് വിധേനയും ഈ സമരങ്ങളെല്ലാം നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് പറയാനുള്ളത്. ഒരു കാര്യം പറയാം, ഈ നാടൊക്കെ കുട്ടി താന്ന് ഒരു ദരിദ്ര രാജ്യമായി മാറ്റാനുള്ള പുറപ്പാടിലാണ് ഇവിടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ. ദുബായ് പോലത്തെ രാജ്യത്തൊക്കെ ഇന്നൊക്കെ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി നിരത്തി ഓടുമ്പോഴാണ് ഇവിടെയൊക്കെ ഈ ബാങ്ക് പിടിച്ചെടുക്കലോ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഈ സമരങ്ങളുമായിട്ട് മുന്നോട്ട്. നാണമില്ല രാഷ്ട്രീയ സംഘടനകളെ നിങ്ങൾക്ക് ഇതുപോലത്തെ സമരങ്ങൾ നടത്താൻ? ഇനി ഒരു കാരണവശാലും ഈ നാടിനോടൊപ്പം ഈ സമൂഹവും ഞങ്ങളോടൊപ്പം വ്യാപാരികളോടൊപ്പം ഈ സമൂഹം ചേർന്നുകൊണ്ട് ഇതുപോലെപ്പെട്ട കാലഹരണപ്പെട്ട എന്താ പറയുക സംസ്കാരമില്ലാത്ത ഇതുപോലുള്ള സമരങ്ങളെ തൂർത്ത് വലിച്ചെറിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.